ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം യസ്വാത്മമുക്തൈ ന യതേത മൂഢധീ സ ഹ്യാത്മഹ സ്വം വിനിഹന്ത്യ സദ്ഗ്രഹാത് എന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. നരജന്മ ദുർലഭമാണ്, ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല. അസദ്ഗ്രഹണങ്ങൾക്ക് ഈ സമയം കളയരുത്. നല്ല കാര്യങ്ങൾ ഗ്രഹിച്ച് മുക്തി എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് പോകണം എന്ന് പഠിച്ചു. ഇനിയിപ്പോ ഇന്ന് നോക്കുന്ന ശ്ലോകം വദന്തു ശാസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവതാഹ ആത്മൈക്യബോധേന വിനാവിമുക്തി ന സിദ്ധ്യതി ബ്രഹ്മ ശതാന്തരേപി എന്നാണ്. അപ്പൊ അതിൽ രണ്ട് പാഠമുണ്ട്. ചിലര് പടന്തു എന്ന് പാഠം പറയുന്നു, ചിലര് വദന്തു എന്ന് പറയുന്നു. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പടന്തു വെച്ച് നോക്കാം, വദന്തു വെച്ച് നോക്കാം. പടന്തു ശാസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവതാഹ ആത്മൈക്യബോധേന വിനാ വിമുക്തിർ ന സിദ്ധ്യതി ബ്രഹ്മ ശതാന്തരേപി എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് ശങ്കരാചാര്യ സ്വാമികള്. മോക്ഷം നേടാനുള്ള ശരിയായ മാർഗമേത് എന്നാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. മനുഷ്യ ശരീരം കിട്ടിയാൽ മോക്ഷമാണ് നേടേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്തിനാണ് ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്, ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന്. ലക്ഷ്യം എന്ത്? അപ്പൊ ലക്ഷ്യം മോക്ഷമാണ്. ഇനി ഏത് മാർഗം വഴി അത് ലഭിക്കും എന്നുള്ളതാണ്. മോക്ഷം കാലം കൊണ്ട് കിട്ടുമോ? കുറെ കാലം ഇങ്ങനെ ജീവിച്ചാൽ മോക്ഷം കിട്ടുമോ? ഈ ജന്മം കഴിഞ്ഞു, അടുത്ത ജന്മം കഴിഞ്ഞു, പിന്നത്തെ ജന്മം, അങ്ങനെ കാലം വഴി മോക്ഷം കിട്ടുമോ? ഇല്ല. ദേശം വഴി കിട്ടുമോ? ഏതെങ്കിലും ഒരു ദേശത്തിൽ താമസിച്ചാൽ മോക്ഷം കിട്ടും. എന്നാ അവിടെ അങ്ങോട്ട് പോവാ, അവിടെ പോയി താമസിക്കുക. അങ്ങനെ ഏതെങ്കിലും ദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് മോക്ഷം കിട്ടുമോ? ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും നേടുന്ന ഒന്നാണെങ്കിൽ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേടുന്നതൊന്നും ശാശ്വതമല്ല, അത് തീർച്ചയായിട്ടും നശിക്കും. എന്തെങ്കിലും നേടിയാൽ, എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ അതെല്ലാം നശിച്ചു പോകുന്നതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് അങ്ങനെ നേടേണ്ടതുമല്ല. കാരണം അങ്ങനെ നേടേണ്ടതാണെങ്കിൽ അത് നശിക്കും. ഇപ്പൊ ശരീരം തന്നെ നമ്മൾ നേടിയതാണ്. എങ്ങനെ നേടി? പാപപുണ്യങ്ങളുടെ ഫലമായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാനായി ശരീരം നേടിയത് കൊണ്ട് അത് നശിക്കും, സംശയമില്ല. നേടിയ സാധനങ്ങളെല്ലാം നശിക്കും. അത് ശരീരം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ നേടിയതാണ്, കർമ്മഫലം കൊണ്ട് നേടിയതാണ്, ഇത് നശിക്കും. ഈശ്വര അവതാര ശരീരം പോലും അങ്ങനെയാണ്. ഓരോ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ശരീരം എടുക്കും, നേടും. ആ ശരീരം നശിക്കുന്നുണ്ടല്ലോ. എല്ലാ അവതാരങ്ങളുടെയും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോ അവതാരങ്ങളുടെ ശരീരം പോലും നാശത്തിന് വിധേയമാണ്. മോക്ഷമോ നിത്യമായ ഒരു തത്വമാണ്. മോക്ഷം എന്നാൽ നിത്യമായ ഒരു തത്വം, ഒരു ബ്രഹ്മപ്രാപ്തി എന്നതിനെ പറയും. ബ്രഹ്മപ്രാപ്തി. ബ്രഹ്മം നിത്യമായതാണ് എന്ന് ആര് പറയുന്നു? ശാസ്ത്രം പറയുന്നുണ്ട്. ബ്രഹ്മം മാത്രമാണ് നിത്യം എന്ന്. അത് ഉണ്ടാക്കിയതോ ഒരു പ്രത്യേക സ്ഥലത്ത് പരിമിതമായതോ അല്ല. ആരും ഉണ്ടാക്കിയതല്ല ബ്രഹ്മം. അത് ഇവിടെ എന്നും എപ്പോഴും ഉണ്ടായിരുന്നതാണ്, ഉള്ളതാണ്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അതൊരു പ്രത്യേക ദേശത്തിന് മാത്രം പരിമിതമായിരിക്കുന്നതാണോ? ഇന്ന സ്ഥലത്ത് മാത്രമേ ബ്രഹ്മമുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ സ്ഥലത്തുമുണ്ട്, പരിമിതമല്ല. അപ്പൊ അതിനെ പ്രാപിക്കുക എന്നാൽ അതിനെ പോയി നേടുക എന്നുള്ളതല്ല പ്രാപിക്കുക എന്ന് പറയുന്നു.
ബ്രഹ്മത്തെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം അറിയുക എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഈ മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് ശങ്കരാചാര്യ സ്വാമികളോട് പറയുന്നത്. ഒരു ദേശത്ത് പോയി നേടേണ്ടതല്ല, ഒരു കാലത്തിൽ ലഭിക്കുന്നതല്ല, അങ്ങനെയൊന്നുമല്ല. ഇതൊരു അറിവാണ്, ഇതൊരു തിരിച്ചറിയലാണ്. ബ്രഹ്മത്തെ അറിയൽ, അതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ. ബ്രഹ്മത്തെ അറിയൽ, നാം ആര് എന്ന് അറിയൽ. അതാണ് എപ്പോഴും രമണ മഹർഷി പറയുന്നത്, നീ ആര് എന്ന് നനച്ചു പാര് എന്ന് പറയുന്നു. ഞാൻ ആര് എന്നറിയുമ്പോൾ അത് മോക്ഷമായി. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ മോക്ഷമായി. ഞാൻ ആരാണ്? ആത്മാ എന്ന് തിരിച്ചറിയണം. തത്വബോധം പഠിച്ചപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, 17 തത്വങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും അല്ല നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ ആത്മാവാണ്, ശരീരമല്ല, സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമല്ല, കാരണ ശരീരമല്ല, 3 അവസ്ഥകളല്ല, 3 ഗുണങ്ങളല്ല, ഇങ്ങനെല്ലാം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ആ ഞാനെ അറിയുക, അതാണ് ശരിക്കും പറഞ്ഞ ഈ മോക്ഷം എന്നുള്ളത്. ബ്രഹ്മപ്രാപ്തി എന്നാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കൽ, ബ്രഹ്മത്തെ അറിയൽ എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ബ്രഹ്മജ്ഞാനത്തെ മനസ്സിൽ നിറയ്ക്കുക, ആ ജ്ഞാനം മനസ്സിൽ നിറയുന്നു, അതാണ് ആ മോക്ഷം. അപ്പൊ നമുക്കിങ്ങനെ നേടുക എന്ന് പറഞ്ഞ ശീലമായി. മോക്ഷം നേടണം. അപ്പൊ വേറെ എവിടുന്നോ എന്തോ ഒന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു രീതിയിലാണ് നമ്മുടെ തോന്നൽ മുഴുവൻ. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ്. ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുന്നു, മോക്ഷം നേടണം, മോക്ഷം തരണം. എന്താണ് അതിന്റെ? ഒരു അറിവാണ്. അത് മനസ്സിലാക്കുന്നില്ല. അറിവാണെന്ന് മനസ്സിലാക്കാതെ കൊണ്ട് ഇത് വേറെ എവിടെയോ പോയാൽ കിട്ടും, അല്ലെങ്കിൽ മരിച്ചാൽ കിട്ടും എന്നൊക്കെ വിചാരിച്ചിരിക്കുക. ഭൂരിഭാഗം പേരും വിചാരിച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ കിട്ടും, അതാണ് മോക്ഷം. അതിനുവേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാം, മരിക്കുന്നതിന് മുന്നേ മരിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന്. ഒരിക്കലും അത് സംഭവിക്കില്ല. മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു സംഭവമല്ല. ജീവനോടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവാണ് മോക്ഷം. ആ അറിവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഈ ശരീരം വിട്ട് കഴിയുമ്പോൾ വീണ്ടും ശരീരം എടുക്കില്ല, അതാണ് മോക്ഷം. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് കുറെ കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്നത് തെറ്റവറും ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെയല്ല. ഒരാൾക്കും വേറൊരാൾക്കും മോക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. എന്തെല്ലാം പൂജകൾ ചെയ്താലും വേറൊരാൾക്ക് മോക്ഷം നേടിക്കൊടുക്കാൻ പറ്റില്ല. അവനവനും മോക്ഷം നേടാൻ പറ്റില്ല. കർമ്മത്തിൽ കൂടെ മോക്ഷം നേടാൻ സാധ്യമല്ല. ജ്ഞാനത്തിൽ കൂടിയേ പറ്റുള്ളൂ, അറിവിൽ കൂടിയേ പറ്റുള്ളൂ. അപ്പോ അവനവന് പോലും അറിവിൽ കൂടിയേ അത് നേടാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ വേറൊരാൾക്ക് നേടിക്കൊടുക്കുക? കുറെ പൂജ കഴിക്കാൽ, ആ അമ്പലത്തിൽ പൂജ ചെയ്യാൽ, കുറെ ദാനം കൊടുത്താൽ, കുറെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം കിട്ടും എന്ന് പറയുന്നത് തെറ്റാണ്. മോക്ഷത്തിനല്ല, അവർക്ക് അടുത്തൊരു ശരീരം കിട്ടാനുള്ള ആ സമയദൈർഘ്യം കുറയാനും പെട്ടെന്ന് തന്നെ ഒരു ശരീരം കിട്ടാനും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും അങ്ങനെ അടുത്ത ജന്മത്തിൽ അവർക്ക് മനുഷ്യജന്മം തന്നെ കിട്ടി അവർ വീണ്ടും ജ്ഞാനത്തിലേക്ക് വരുവാനുമാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മോക്ഷം കിട്ടില്ല. ആരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശുദ്ധ തെറ്റാണ്, സാധ്യമല്ല. ഒരാൾക്ക് വേറൊരാൾക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്ത് ഒരാൾക്ക് മോക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നത് സാധ്യമായ കാര്യമല്ല. അവനവന്റെ അറിവാണ് മോക്ഷം. ഇത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ഒക്കെ തെറ്റിദ്ധാരണയാണത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ശ്രമിക്കാറുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് ശ്രമിച്ചത് നേടണം. നേടാൻ പറ്റാത്തതല്ല എന്ന് ശാസ്ത്രം പറയുന്നു, നേടാൻ സാധിക്കുമെന്ന് പറയുന്നു. എത്രയോ ഗുരുനാഥന്മാര് ആ അവസ്ഥയില്, ജ്ഞാനാവസ്ഥയിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആ ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് നിറച്ച് നമ്മൾ അതായി മാറുന്ന അവസ്ഥയാണ്. ആക്ച്വലി അത് മാറുകയും കൂടിയല്ല, നമ്മൾ അതാണ്. മാറുക എന്നും പോലെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ബ്രഹ്മമാണ്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കണേ? നമ്മളല്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ ആരാന്ന് വിചാരിച്ചിരിക്കുന്നു? നമ്മൾ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന, ഈ മനസ്സിനെ പ്രവർത്തിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയാണ് ഞാൻ എന്നറിയുന്നില്ല. ഈ പ്രവർത്തിക്കപ്പെടുന്ന യന്ത്രമാണ് ഞാനെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതാണ് തെറ്റായ അറിവ്. അത് അജ്ഞാനം എന്നതിനെയാണ് പറയുന്നത്. ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതിനെ അജ്ഞാനം എന്ന് പറയുന്നു. ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയുന്നതിനെ ജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മത്തെ നേടുക എന്നാൽ ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം നേടുക എന്നാണ്. അങ്ങനെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇനി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മത്തെ നേടണം, മോക്ഷം നേടണം എന്നാൽ മോക്ഷം അറിയുക. എന്താണ് മോക്ഷം എന്ന് അറിയുക, ആ ജ്ഞാനം ഉള്ളിൽ വരിക.
അപ്പൊ നമ്മളെല്ലാം നേടണം നേടണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഒരു വീട് വയ്ക്കണം, ഒരു നേടണം, ഒരു ജോലി നേടണം, ഒരു വാഹനം നേടണം, എല്ലാം നേടലാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതുപോലെ നേടേണ്ടതാണ് മോക്ഷം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുക. എത്ര വിഡ്ഢിത്തമാണ്! അങ്ങനെ നേടേണ്ടതല്ല ഇതൊരു അറിവാണ്. ഒരു ഷർട്ട് മേടിക്കണം, അത് മേടിക്കുക തന്നെ വേണം. ഒരു കാറ് മേടിക്കണം, അതും നേടണം. ഒരു ഗൃഹം വെക്കണം, അതും നേടണം. ഒരു ജോലി, സമ്പാദ്യം, ഇതെല്ലാം നേടേണ്ടതാണ്. പക്ഷേ ജ്ഞാനം എന്നുള്ളത് ആ അറിവാണ്, അത് മോക്ഷം നേടലല്ല. മോക്ഷം എന്ന് പറയുന്നത് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അറിവ്, ഒരു സംതൃപ്തി, ഞാൻ ഈ ശരീരമല്ല എന്ന തിരിച്ചറിവ്, ഇതിനൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോ ആൾക്കാർക്ക് പറയും അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു നിരാശ ഉണ്ടാവും ആൾക്കാർക്ക്. അങ്ങനെ നിരാശ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോക്ഷം നേടണം, നിങ്ങള് ജ്ഞാനം നേടണം, ജ്ഞാനത്താൽ ബ്രഹ്മത്തെ നേടാം എന്നൊക്കെ ഗുരുനാഥന്മാർ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിരാശ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ജ്ഞാനം നേടാം. ജ്ഞാനം നേടാന്ന് പറയുന്നത് ജ്ഞാനം ഒരു അറിവല്ലേ, അറിവുണ്ടാകുന്നതല്ലേ ഉള്ളില്, അല്ലാതെ പുറത്തുനിന്ന് പോയി നേടുന്നതാണോ മേടിക്കുന്നതാണോ അല്ല. പക്ഷെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ നേടാം എന്നല്ലെങ്കിൽ നമുക്കൊരു നിരാശ വന്ന് കിട്ടില്ലേ എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അപ്പോ ജ്ഞാനത്തെ നേടണം, ജ്ഞാനത്താൽ ബ്രഹ്മത്തെ നേടണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അറിയലാണ് ബ്രഹ്മത്തെ, അറിയലാണ് ആ ബ്രഹ്മത്തെ പ്രാപിക്കുക എന്നത്. ബ്രഹ്മ അവഗതി എന്ന് പറയുന്നതിന് ബ്രഹ്മ അവഗതി ഇസ് ഈക്വൽ ടു ബ്രഹ്മഗതി. ബ്രഹ്മ അവഗതി ഇസ് ഈക്വൽ ടു ബ്രഹ്മഗതി. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? പഠന്തു ശാസ്ത്രാണി, പഠന്തു ശാസ്ത്രാണി. എത്ര ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, ഉപനിഷത്തൊഴികെ എത്രയോ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ പഠിക്കട്ടെ, ഉപനിഷത്ത് അതിനകത്ത് പെടില്ല കേട്ടോ, വേദാന്തം പെടില്ല. പഠന്തു ശാസ്ത്രാണി യജന്തു ദേവാൻ, കുറെ ദേവതകളെ ഉപാസിക്കട്ടെ, യാഗങ്ങൾ ചെയ്യട്ടെ, ദേവതകളെ ഉപാസിക്കട്ടെ. കുർവന്തു കർമാണി, പല പല കർമ്മങ്ങൾ ചെയ്യട്ടെ, കർമ്മഭാഗത്തിൽ പറയുന്ന പല പല കർമ്മങ്ങൾ ചെയ്യട്ടെ, എത്രയോ ദേവതകളെ ഉപാസിക്കട്ടെ, എത്രയോ ശാസ്ത്രങ്ങൾ ഉപനിഷത്തൊഴികെ വേദാന്തം ഒഴികെയുള്ള ശാസ്ത്രങ്ങളെ പഠിക്കട്ടെ. യജന്തു ദേവതാഹ, ദേവതകളെ ആരാധിക്കട്ടെ, എത്രയോ ദേവതകളെ ആരാധിക്കട്ടെ. ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം മോക്ഷം ലഭിക്കില്ല. ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം മോക്ഷം ലഭിക്കില്ല. പഠന്തു ശാസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവതാഹ. ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും മോക്ഷം ലഭിക്കില്ല. അതൊക്കെ അത് നേടാനുള്ള അധികാരിത്വം നമുക്ക് തരുന്നു, നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തി കൊണ്ടുവരുന്നു, മനസ്സിന് പക്വത തരുന്നു, സമാധാനം തരുന്നു, മുന്നോട്ടുള്ള വഴിയെ നന്നായിട്ട് പ്രകാശിപ്പിച്ചു തരുന്നു. ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം മോക്ഷം കിട്ടില്ല. പിന്നെയോ അടുത്ത വരിയില് ജീവബ്രഹ്മ ഐക്യം, അതിനെ പറഞ്ഞിട്ട് പറയുന്നു അത് ലഭിക്കാതെ ഇവ കൊണ്ട് മുക്തി ലഭിക്കില്ല എന്ന് പറഞ്ഞു. ജീവബ്രഹ്മ ഐക്യം ഉണ്ടാവണമെന്നാ പറയണേ. ആത്മൈക്യബോധേന, ആത്മൈക്യബോധേന ജീവബ്രഹ്മ ഐക്യത്തിലൂടെ വിനാ മുക്തി ന സിദ്ധ്യതി, മുക്തി ലഭിക്കില്ല. വിനാ മുക്തി ന സിദ്ധ്യതി. ആത്മൈക്യബോധേന വിന, നമ്മുടെ ആത്മസ്വരൂപം ബ്രഹ്മവുമായി ഐക്യമുണ്ട്, ആത്മജ്ഞാനം ഉണ്ടാകാതെ, ആത്മൈക്യബോധേന വിന, അതില്ലാതെ കണ്ട്, ഞാൻ ആത്മാവെന്ന് തിരിച്ചറിയാതെ കണ്ട്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് അറിയുന്നത് കൊണ്ട് അല്ലാതെ, ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണെന്നറിയാതെ മോക്ഷം, വിമുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം ന സിദ്ധ്യതി, വിമുക്തി ന സിദ്ധ്യതി, മോക്ഷം ന സിദ്ധ്യതി. ബ്രഹ്മശതാന്തരേ അപി എന്നൊരു വാക്കുണ്ട്. ബ്രഹ്മശതാന്തരേ അപി, അതായത് എത്രയോ കൽപ്പങ്ങൾക്ക് ശേഷവും, 100 കൽപ്പങ്ങൾക്ക് ശേഷവും, എത്ര ബ്രഹ്മകൽപ്പം കഴിഞ്ഞാലും മുക്തി ലഭിക്കില്ല. ആർക്കാണോ ആത്മ ഐക്യബോധം ഉണ്ടാകാതിരിക്കുന്ന ആൾക്ക്. അപ്പൊ ആത്മൈക്യബോധേന വിന ബ്രഹ്മശതാന്തരേ അപി മുക്തി ന സിദ്ധ്യതി, വിമുക്തി ന സിദ്ധ്യതി. അത്ര ക്ലിയർ ആയിട്ട് ആ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ. എന്തെല്ലാം ചെയ്താലും പഠന്തു ശാസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവതാഹ. ഈ വഴിക്കൊന്നും പോയാലും അത് ലഭിക്കില്ല. അത് ലഭിക്കണമെങ്കിൽ ജ്ഞാനം വരണം, ഒരു തിരിച്ചറിവുണ്ടാവണം. എങ്ങനെ? ആത്മൈക്യബോധേന, ജീവനും ബ്രഹ്മവും ഒന്ന് എന്നുള്ള അറിവുണ്ടാകണം. ഞാൻ ഈ ശരീരമല്ല എന്ന അറിവുണ്ടാകണം. ഞാൻ ആത്മസ്വരൂപമാണ് എന്ന അറിവുണ്ടാകണം. ഇത്രയെല്ലാം ഉണ്ടായാൽ മാത്രമേ ആ മോക്ഷപ്രാപ്തി, ആ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. ജ്ഞാനേന വിന മോക്ഷമില്ല. അടുത്ത ശ്ലോകം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തു സിദ്ധിർവിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഃ. അതാണ് അടുത്തത്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർവിചാരേണ ന കിഞ്ചിൽ കർമ്മകോടിഭിഃ. എന്താണ് പറയുന്നത്? നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ വഴിപാട്, പൂജ, ധ്യാനം ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. കാരണം ഇവ എനിക്ക് മോക്ഷം തരില്ലല്ലോ എന്ന് ചിലർ പറയും. അങ്ങനെ പറയുമല്ലോ. ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതൊന്നും മോക്ഷം തരില്ല, ഇതിന് ചെയ്യണ്ട, എനിക്ക് ആത്മജ്ഞാനം മാത്രം മതിയല്ലോ എന്നൊരു കൂട്ടർ പറയും സൂത്രത്തില്. എന്തിനാ അമ്പലത്തിൽ പോണേ? എന്തിനാ വഴിപാട് ചെയ്യുന്നേ? എന്തിനാ കർമ്മം ചെയ്യുന്നേ? ഒന്നും വേണ്ടല്ലോ, എനിക്ക് മോക്ഷം മാത്രം മതിയല്ലോ, എനിക്ക് ആത്മജ്ഞാനം കിട്ടിയ മോക്ഷം കിട്ടുമല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? അപ്പൊ ആചാര്യര് പറയുന്നു, ആ വിചാരത്തെ മാറ്റി ശരിയാക്കി തരികയാണ് ആചാര്യര്. അങ്ങനെ വിചാരിക്കണ്ട. ചിലത് അങ്ങനെ മടി കൊണ്ടേ, എല്ലാം മടിയന്മാരാണ് അങ്ങനെ പറയാ. ഓ, എന്തിനാ അമ്പലത്തിലൊക്കെ പോണേ? നമ്മൾ സത്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ, ആത്മാവെന്ന് തിരിച്ചറിഞ്ഞാൽ മതിയല്ലോ, പിന്നെന്തിനാ വഴിപാട് കഴിക്കണേ? എന്തിനാ പൂജ കഴിക്കണേ? എന്തിനാ നാമം ചൊല്ലുന്നേ? ഒന്നും വേണ്ട, ആത്മവിചാരം ചെയ്താൽ മതിയല്ലോ എന്ന് പ്രസംഗിക്കുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ അങ്ങടെ ആത്മവിചാരത്തിലേക്ക് ചെല്ലാം. അവർ അങ്ങനെ പറയുന്നവര് ശുദ്ധ മടിയന്മാരാണ്. മടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു സാധനയും ചെയ്യാനുള്ള താല്പര്യമില്ല അവർക്ക്. അമ്പലത്തിൽ പോകുന്ന ഒരു സാധനയാണ്, ആ സാധനയ്ക്ക് താല്പര്യമില്ല. നാമം ചെല്ലുന്നത് സാധനയാണ്, അതിന് താല്പര്യമില്ല. ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് ഒരു സാധനയാണ്, അതിന് താല്പര്യമില്ല. ഒരു ഗുരുവിന്റെ അടുത്ത് പോകുന്നത് സാധനയാണ്, അതിന് അവർക്ക് തയ്യാറല്ല. അങ്ങനെയുള്ളവരാണ് ഇങ്ങനത്തെ വിചാരങ്ങൾ പറയുന്നത്. അപ്പോ ആചാര്യസ്വാമി ആ വിചാരത്തെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്നു. കർമ്മം കൊണ്ട് എന്ത് ലഭിക്കും, ജ്ഞാനം കൊണ്ട് എന്ത് ലഭിക്കും എന്നൊക്കെ ഇവിടെ പറഞ്ഞു തരികയാണ്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ 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 പ്രധാനപ്പെട്ട കാര്യം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, മനസ്സിന്റെ ശുദ്ധിക്കായി കർമ്മങ്ങൾ. മനസ്സിന്റെ ശുദ്ധി വരാനാണ് കർമ്മം ചെയ്യുന്നത്. മനഃശുദ്ധി വരണമെങ്കിൽ കർമ്മം ചെയ്യണം. നതു വസ്തു ഉപലബ്ധയേ, നതു വസ്തു ഉപലബ്ധയേ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള, അവിടെ വസ്തു എന്താണ്? പരബ്രഹ്മം. ആ പരബ്രഹ്മം എന്ന വസ്തുവിനെ കുറിച്ചുള്ള അറിവിന് കർമ്മം പ്രയോജനപ്പെടില്ല എന്ന് പറയാണ്. ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവിന് കർമ്മം പ്രയോജനപ്പെടില്ല. പിന്നെ എന്തിനാണ്? ചിത്തസ്യ ശുദ്ധയേ. ശാസ്ത്രത്തിൽ കർമ്മം എന്നതിന് ഓരോ സാഹചര്യത്തിലും ഓരോ അർത്ഥം പറയും കേട്ടോ, അത് ശ്രദ്ധിക്കണം. ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ വാക്കുകൾക്ക് പല രംഗങ്ങളിലും പലതരത്തിലുള്ള അർത്ഥങ്ങൾ പറയും. ഇവിടെ ശാസ്ത്രത്തിലെ കർമ്മം എന്ന് പറയുന്നതിന് ഓരോ സാഹചര്യത്തിൽ ഓരോ അർത്ഥമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നിന്നും വാക്കിൽ നിന്നും മനസ്സിൽ നിന്നും വെളിപ്പെടുന്ന പ്രവൃത്തികളെയാണ് കർമ്മ എന്നിവിടെ പറയുന്നത്. ഈ പ്രത്യേക സ്ഥലത്ത്, ഈ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിലെ ഈ സ്ഥലത്ത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്ന സ്ഥലത്ത് കർമ്മം എന്നതിന് വാക്കിൽ നിന്നും മനസ്സിൽ നിന്നും പ്രവൃത്തികളിൽ ശരീരത്തിൽ നിന്നും വെളിപ്പെടുന്ന പ്രവൃത്തികളെയാണ് കർമ്മ എന്ന് ഇവിടെ പറയുന്നത്. കായിക വാചിക മാനസ വ്യാപാരാഹ, അതാണ് ഇവിടത്തെ കർമ്മം. കായിക വാചിക മാനസ വ്യാപാരാഹ. പ്രവൃത്തി കൊണ്ട് 4 കാര്യങ്ങൾ നേടാം എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്.
കർമ്മം കൊണ്ട് എന്ത് നേടാം എന്ന് ചോദിച്ചാൽ ശാസ്ത്രം 4 കാര്യങ്ങൾ നേടാം എന്ന് പറയുന്നു. എന്തൊക്കെയാണ്? കർമ്മം കൊണ്ട് ഒരു വസ്തുവിനെ ഉണ്ടാക്കാം. ഒരു ഇല്ലാത്ത ഒരു സംഭവം, കുറച്ച് വേറൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ വേറൊരു വസ്തുവിനെ ഉണ്ടാക്കാം. കുറച്ച് റോ മെറ്റീരിയൽ കഴിയുമ്പോൾ അതിൽ നിന്ന് വേറൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാം, ഇല്ലേ? കുറെ കടലാസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും രൂപം ഉണ്ടാക്കാം. കുറെ മണ്ണുണ്ടെങ്കിൽ കുറെ പാത്രം ഉണ്ടാക്കാം. കുറെ സ്വർണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇല്ലാത്ത ഒന്നിനെ അവിടെ ഉണ്ടാക്കാം, ഒരു രൂപത്തിനെ നാമത്തിനെയൊക്കെ കൊടുത്തുണ്ടാക്കാം. പിന്നെയോ മാറ്റത്തിന് വിധേയമാക്കാം. ഇപ്പൊ ഉള്ളതിനെ മാറ്റി വേറൊരു രീതിയിലാക്കാം കർമ്മം കൊണ്ട്. ഇപ്പൊ ഉള്ള രൂപത്തെ മാറ്റി വേറൊരു രൂപമാക്കാം കർമ്മം കൊണ്ട്. ഒരാഭരണത്തെ ഉരുക്കി വേറൊരു ആഭരണമാക്കാം. കയ്യിലിടുന്ന ആഭരണത്തെ മാറ്റി കാലിലിടുന്ന ആഭരണമാക്കാം. മൂക്കിലിടുന്ന ആഭരണത്തെ മാറ്റി ചെവിയിലിടുന്ന ആഭരണമാക്കാം. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം കർമ്മം കൊണ്ട്. ഒന്ന്, ഒന്നിനെ ഉണ്ടാക്കാം. 2, ഒന്നിനെ മാറ്റാം, വികാര്യം. പിന്നെ സംസ്കാര്യം, ഒരു വസ്തുവിനെ ശുദ്ധീകരിക്കാം. ഒരു വസ്തുവിനെ ശുദ്ധീകരിക്കാം. എങ്ങനെയത്? പരുത്തിയിൽ നിന്ന് നൂലുണ്ടാക്കാം. നൂലിനാൽ തുണി. തുണിയിൽ അഴുക്കുണ്ടാവുമ്പോ എങ്ങനെ പറയും? അതിന് സംസ്കാര്യം എന്ന് പറയും. ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നത് പരുത്തിയിൽ നിന്ന് നൂല്, പിന്നെ അതിനെ മാറ്റുന്നത് നൂലിൽ നിന്ന് തുണി, പിന്നെ അതിനെ സംസ്കരിക്കുന്നത് എങ്ങനെയാ? അതിൽ അഴുക്ക് പറ്റുമ്പോ അതിനെ വൃത്തിയാക്കുമ്പോ സംസ്കരിക്കുക എന്ന് പറയും. അവിടെ സംസ്കാര്യം എന്നത് ഉപയോഗിക്കാം. പിന്നെയോ ആപ്തി, 4-ാമത്തതിനാണ് ആപ്തിഹി, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകൽ, മൂവ്മെന്റ്. അതും കർമ്മം കൊണ്ട് സാധിക്കുന്നതാണ് മൂവ്മെന്റ്. അപ്പൊ 4 കാര്യങ്ങളാണ് കർമ്മങ്ങൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് പറ്റുക. ഒരു വസ്തുവിനെ ഉണ്ടാക്കാം, വികാര്യം അതായത് വസ്തുവിനെ മാറ്റത്തിന് വിധേയമാക്കാം, പിന്നെ സംസ്കാര്യം അതായത് അതിനെ ശുദ്ധമാക്കാം, പിന്നെ 4 ആപ്തി, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ്മെന്റ് നടത്താം. അപ്പോ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പൂജ, ധ്യാനം, ദാനം എന്നിവയെല്ലാം എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമി പറഞ്ഞു തരുന്നത്. ചിത്തശുദ്ധിക്ക് പ്രയോജനപ്പെടും, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കരുത്. എല്ലാ കാര്യങ്ങളും വേണം, ക്ഷേത്ര ദർശനം, വഴിപാട്, നാമജപം എല്ലാം വേണം. എന്തിനാണത്? ചിത്തശുദ്ധിക്ക്. ചിത്തശുദ്ധി ഇല്ലാതെ ജ്ഞാനം ഉണ്ടാവുകയും ഇല്ല. അപ്പൊ ചിത്തശുദ്ധി വേണം. ചിത്തശുദ്ധിക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇതാണ് സംസ്കാര്യം എന്ന് പറയുന്നത്. ഈ ചിത്തത്തെ ശുദ്ധി ചെയ്യുന്ന സംസ്കാര്യം കർമ്മത്തിന്റെ പണിയാണ്. ചിത്തത്തെ സംസ്കാര്യം എന്ന രീതിയിൽ സംസ്കരിച്ച് ശുദ്ധമാക്കുന്ന പ്രവൃത്തി കർമ്മം ചെയ്യും. അതാണ് കർമ്മപ്രയോജനം. നന്നായിട്ട് ശ്രദ്ധിക്കണം. കർമ്മപ്രയോജനം എന്ത്? എല്ലാവരും ചോദിക്കണം, പിന്നെ എന്തിനതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഇതാണ്: അതുകൊണ്ട് മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ കർമ്മം കൊണ്ട് പ്രയോജനം. അതാണ് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. കർമ്മം കൊണ്ട് എന്താ പ്രയോജനം? ചിത്തശുദ്ധി ഓൺലി. ചിത്തശുദ്ധിയാണ്. മോക്ഷം കിട്ടുമോ കർമ്മം കൊണ്ട്? കിട്ടില്ല. മോക്ഷത്തിനുള്ള അർഹത നേടാൻ പറ്റും. എന്താണ് അർഹത? ചിത്തശുദ്ധി ഉള്ള ആൾക്ക് മോക്ഷത്തിന് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ചിത്തശുദ്ധി വേണം. മനഃശുദ്ധി, മനവിശാലത, മന ഏകാഗ്രത, ഇതൊക്കെ അതിനകത്ത് പെട്ടതാണല്ലോ. അപ്പൊ ഈ മനഃശുദ്ധിക്ക് കർമ്മത്തിൽ കൂടി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കർമ്മം കൊണ്ട് മോക്ഷം കിട്ടില്ല. മോക്ഷത്തിലേക്കുള്ള സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് പോകാൻ കർമ്മം സഹായിക്കും. ഇപ്പോ നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് പാത്രം, ഇല, ഇതിനൊക്കെ വൃത്തിയാക്കും, അല്ലേ? വൃത്തിയാക്കിയത് കൊണ്ട് നമുക്ക് വിശപ്പ് മാറുമോ? പാത്രശുദ്ധി വന്നത് കൊണ്ടോ, അവിടെ സ്ഥലശുദ്ധി വന്നത് കൊണ്ടോ, ഇല കിട്ടിയത് കൊണ്ടോ നമുക്ക് വിശപ്പ് മാറുമോ? ഇല്ല. ഭക്ഷണം വിളമ്പി കഴിച്ചാലേ മാറുള്ളൂ. അതുപോലെ ഇത് ആദ്യത്തെ ആ സ്റ്റെപ്പാണ്. എന്ത്? കർമ്മം ചെയ്ത് ചിത്തശുദ്ധി നേടൽ. പിന്നീട് ജ്ഞാനം നേടണം. അപ്പോ വേദത്തില് 90% കർമ്മവും പറയുന്നത്, ധ്യാനം പറയുന്നത് എന്നൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അത് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ചിത്തശുദ്ധി എളുപ്പമല്ല കിട്ടാൻ, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ ജന്മങ്ങളിലെ സംസ്കാരവും കൊണ്ടാണ് നമ്മൾ വന്ന് പിറക്കുന്നത്, ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ആത്മ എത്രയോ ജന്മങ്ങളിലെ സംസ്കാരമുണ്ട് ഈ ശരീരത്തിൽ. അതാണ് വാസനാരൂപമായി ഇവിടെ ഇരിക്കുന്നത്. അത്
അനുഭവിക്കാനായിട്ട് ആ വാസനകൾക്കനുസരിച്ച് ശരീരം കിട്ടി, ആ ശരീരം കൊണ്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വേദം പറഞ്ഞത് ആ പ്രവൃത്തി ചെയ്യേണ്ടി വരും, കർമ്മം ചെയ്തേ പറ്റൂ, മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ അതിനെ ധർമ്മപരമായി ചെയ്ത് വേദമനുശാസിച്ച രീതിയിൽ കർമ്മങ്ങളെ ചെയ്യൂ. അപ്പോൾ എന്തുണ്ടാവും? അപ്പോ ഇനിയൊരു ജന്മത്തിന് വഴിയൊരുക്കാത്ത ആ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കും. അതിന് വേണ്ട ആദ്യത്തെ ക്വാളിഫിക്കേഷൻ മനഃശുദ്ധിയാണ്, മിനിമം ക്വാളിഫിക്കേഷൻ. ഓരോന്ന് പഠിക്കാനായിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലേ? അതുപോലെ മനഃശുദ്ധി എന്ന മിനിമം ക്വാളിഫിക്കേഷൻ ആദ്യം നേടണം. അതിന് കർമ്മം ചെയ്തേ പറ്റുള്ളൂ. കർമ്മം ചെയ്യുമ്പോൾ ഏത് കർമ്മം ചെയ്യണം, ഏത് കർമ്മം ചെയ്യരുത്, എങ്ങനെ ചെയ്യണം എന്നൊക്കെ വേദത്തിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വേദത്തിലെ 90% ഭാഗവും കർമ്മകാണ്ഡമായിട്ട് മാറിയിരിക്കുന്നത്. കർമ്മത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. കർമ്മം കൊണ്ട് മാത്രമേ ഈ സംഭവങ്ങളൊക്കെ നടക്കൂ. അപ്പോ അതുകൊണ്ടാണ് കർമ്മകാണ്ഡം കൂടുതലും ജ്ഞാനകാണ്ഡം കുറവുമായിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ. എന്ന് വെച്ചാൽ കർമ്മകാണ്ഡം ചെയ്ത് ശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ മനഃശുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വല്പ നേരം മതി മോക്ഷത്തിന്. പിന്നെ വലിയ സ്റ്റെപ്പുകളൊന്നും അധികമില്ല. വളരെ പെട്ടെന്ന് നമ്മൾ ആ സ്റ്റേജിലേക്ക് ചൊല്ലും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. വസ്തുസിദ്ധിർ വിചാരേണ, അതായത് എന്ത് ചെയ്താലാണ് ജ്ഞാനം കിട്ടുക എന്നാണ് പറയുന്നത്. വസ്തുസിദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനത്താണ് ഉദ്ദേശിക്കുന്നത്. വസ്തുസിദ്ധി വിചാരേണ, വസ്തുസിദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്, പരബ്രഹ്മത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വസ്തു എന്നുള്ളത് കൊണ്ട് അതെങ്ങനെ കിട്ടും? വേദാന്ത വിചാരേണ, വേദാന്ത വിചാരം കൊണ്ട്. വിചാരേണ എന്ന് പറയുമ്പോൾ വേദാന്ത വിചാരേണ, അതാണ് ഇവിടെ ഓർക്കേണ്ടത്. വസ്തുസിദ്ധിർ വേദാന്ത വിചാരേണ എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കണം. വസ്തുസിദ്ധിർ വിചാരേണ ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിൽ കർമ്മകോടിഭിഹി. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ വസ്തുസിദ്ധിർ വിചാരേണ എന്നുള്ളതിനെ വസ്തുസിദ്ധിർ വേദാന്ത വിചാരേണ എന്ന് മനസ്സിലാക്കണം. വിചാരം എന്നാൽ അതിന് ലക്ഷണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ലക്ഷണം തത്വപരീക്ഷാ വിചാര എന്ന് പറയും. തത്വപരീക്ഷാ വിചാര, ഒരു വസ്തുവിനെ കുറിച്ച് വിശദമായി പരീക്ഷിച്ചറിയൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വിചാരം എന്നുള്ളതിന് എന്താണ് ഇവിടെ വിചാരം എന്നുള്ളതിനെ കൊണ്ട് അതിന്റെ ലക്ഷണം തത്വപരീക്ഷാ വിചാര എന്നാണ്. ഒരു വസ്തുവിനെ കുറിച്ച് വിശദമായി പരീക്ഷിച്ചറിയൽ, റിസർച്ച് ചെയ്യൽ, തന്മയെ മനസ്സിലാക്കൽ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്? പ്രമാണേന തത്വപരീക്ഷ എന്നും കൂടെ പറയുന്നുണ്ട്. പ്രമാണേന തത്വപരീക്ഷ, ഏതിൽ നിന്നാണോ നാം പ്രതീക്ഷിക്കുന്ന അറിവ് ലഭിക്കുക ആ പ്രമാണത്തെ ഉപയോഗിക്കണം. ഏതിൽ നിന്നാണോ നാം പ്രതീക്ഷിക്കുന്ന അറിവ് ലഭിക്കുക ആ പ്രമാണം, ആ ഇൻസ്ട്രുമെന്റ് വേണം. ഇവിടെ പ്രമാണം എന്താണ്? മോക്ഷം ലഭിക്കാനുള്ള പ്രമാണങ്ങൾ ഏതാണ്? വേദവാക്യങ്ങൾ, ഉപനിഷത് വാക്യം. ഉപനിഷത് വാക്യങ്ങൾ വേണം ഇവിടെ ഇത് കാര്യങ്ങൾ നടക്കാൻ. അപ്പോ വേദവാക്യങ്ങൾ, ഉപനിഷത് വാക്യങ്ങൾ പ്രമാണമായിട്ട് എടുത്തിട്ട് വേണം ഈ അറിവ് നേടാൻ. നകിഞ്ചിൽ കർമ്മകോടിഭിഹി, കോടിക്കണക്കിനായുള്ള കർമ്മങ്ങൾ പോലും ആ ജ്ഞാനത്തെ തരില്ല, ആ ജ്ഞാനത്തെ തരില്ല. അതിന് വേദാന്തം പഠിച്ചു തന്നെ അറിവ് നേടണം. കർമ്മങ്ങള് മനഃശുദ്ധിയെ തരും, ചിത്തശുദ്ധിയെ തരും. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തിരിക്കണം. അതിനുശേഷം വേദാന്ത ശ്രവണം, വേദാന്ത പഠനം ഗുരുമുഖത്തിൽ നിന്ന്, പരമ്പരയായി കിട്ടുന്ന ഗുരുമുഖത്തിൽ നിന്ന് ആ പഠനം കൂടെ നടത്തുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. ഇപ്പോ ഒരു കളർ, ഒരു സാധനത്തിന്റെ ഒരു കളർ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അതിന് കണ്ടിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പൊ പ്രമാണം ആവശ്യമാണ്. എല്ലാത്തിനും പ്രമാണമില്ലാതെ പറ്റില്ല. കാണാത്ത ഒരാള് പൂജ കൊണ്ടോ ധ്യാനം കൊണ്ടോ ഇതിന്റെ കളർ പറയാൻ പറ്റുമോ? ഒരു സാധനത്തിന്റെ കളർ ചോദിക്കുക, ഇതിന്റെ കളർ എന്താണെന്ന് ചോദിക്കും, അയാൾ പൂജ ചെയ്തിട്ട് പറയാന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ധ്യാനം ചെയ്തിട്ട് പറയാം എന്നൊക്കെ അയാൾ പറഞ്ഞാൽ പറ്റില്ല. അയാൾ കണ്ണ് തുറന്നത് കണ്ടാലേ അയാൾക്ക് കളർ പറഞ്ഞു. നമ്മളൊരു മുമ്പിൽ ഒരു പൂ കൊണ്ടുവച്ചിരിക്കുകയാണ്, ഒരു ചെമ്പരത്തി പൂ. അതിന്റെ കളർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ
അയാൾ കണ്ണടച്ചിരിക്കുന്ന ഒരാളോടാ ചോദിക്കുന്നത്, മുമ്പിൽ ഒരു പൂ വെച്ചിരുന്നു, അതിന്റെ കളർ പറയാമോ? പുള്ളിയോടെ ഞാൻ പൂജ കൊണ്ട് പറയാം, ധ്യാനം കൊണ്ട് പറയാം എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റില്ല. കണ്ണ് തുറന്ന് കളർ എന്താണെന്ന് കണ്ടിട്ട് നമ്മളോട് പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ കണ്ണ് എന്ന പ്രമാണത്തെ പ്രയോജനപ്പെടുത്തിയിട്ട് വേണം അയാൾക്ക് ഇത് പറയാൻ. പൂജാധ്യാനം എന്നിവയും അവയുടെ ഒരു പ്രമാണമല്ല. കണ്ണ് എന്ന പ്രമാണത്തെ പ്രയോജനപ്പെടുത്തി ആ ക്ലിപ്പിന്റെ നിറം, നമ്മൾ ചോദിച്ച പൂവിന്റെ നിറം അയാൾക്ക് പറയാൻ പറ്റും. അപ്പോ ജ്ഞാനത്തെ കൊടുക്കും, ബുദ്ധിയെ പറയും, മനഃശുദ്ധിയെ പറയും. ഇതൊക്കെയാണ് വേദാന്തം എന്നുള്ള പ്രമാണം കൊണ്ട് നടക്കുന്നത്. പൂജ ചെയ്യുന്നവരുടെ കാര്യം എങ്ങനെയാണ്? അവർ ലഭിച്ച ശേഷവും തുടരുന്നു. അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. നമ്മള് നിത്യജീവിതത്തില്, ഈ ശരീരം കിട്ടിയ ശേഷമുള്ള ലൗകിക ജീവിതത്തില് ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മൾ വഴിപാടുകളും ഈശ്വര പൂജയും ഈശ്വര പ്രാർത്ഥനയും നാമജപങ്ങളും എല്ലാം നടത്തും. നല്ല കാര്യം തന്നെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. വേദങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓരോരോ ദേവതകളെ സങ്കല്പിച്ചിട്ടുണ്ട്, ഓരോരോ മനുഷ്യന്റെ ഓരോരോ കാര്യസാധ്യങ്ങൾ, ജീവന്റെ ഓരോരോ കാര്യസാധ്യങ്ങളെ ചെയ്തു തരുന്നതിനായിട്ട്. കാരണം ഈ ശരീരം ഒരുപാട് മോഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുണ്യം സമ്പാദിച്ചിട്ടുണ്ട്. ആ പുണ്യത്തെ വേണ്ട രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത് ആരാണ്? ഈ ദേവതമാരാണ്. അപ്പൊ ആ ദേവതമാരെ പൂജിക്കുമ്പോൾ നമുക്കെല്ലാം അനുഭവവേദ്യമായി വരും. അപ്പൊ അത് നല്ലത് തന്നെ, അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ? പൂജാദികൾ ചെയ്തു, ഫലം കിട്ടി, പിന്നെയും ഈ വഴിക്കേ പോയിക്കൊണ്ടിരിക്കും, പിന്നെയും ഈ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അവിടെയാണ് കുഴപ്പം. ഇപ്പോ ഒരു ബസ്സിൽ കയറി നമുക്കൊരു യാത്ര ചെയ്യണം, ഒരു സ്ഥലത്ത് ഇറങ്ങണം. ആ ലക്ഷ്യത്തിൽ ഇറങ്ങണ്ടേ? ആ ലക്ഷ്യത്തിൽ ഇറങ്ങാതെ പിന്നെയും ആ ബസ് പോകുന്നത് അതിൽ തന്നെ ഇരുന്നോണ്ടിരുന്നാലും എങ്ങനെയാ പറ്റണേ? അങ്ങനെ യാത്ര തുടർന്നാൽ എന്താ പ്രയോജനം? വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുപോലെയാണ്, ലക്ഷ്യത്തിൽ ഇറങ്ങണം. അപ്പോഴേ ആ ബസ് നമ്മൾ ഉപയോഗിച്ചതായിട്ട് ശരിക്കും ആ ബസ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ. പിന്നെ ആ ബസ് പോകുന്നിടത്തൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നാലോ? അതുകൊണ്ട് പ്രയോജനമില്ല. അതുപോലെ ഒരു ആദ്യം ശാരീരികമായിട്ട് നമുക്ക് ഈ ജന്മം കിട്ടിയതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, കുറെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കാണും. ഇതൊക്കെ ഓരോരോ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പ്രാർത്ഥന കൊണ്ടും ഒക്കെ പല ആഗ്രഹങ്ങളും നേടും. നേടിക്കഴിയുമ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യണം, പിന്നെയും അതിന്റെ പുറകെ പോകരുത്. പിന്നെ ജ്ഞാനത്തിന്റെ ഭാഗത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ചിത്തശുദ്ധി അവിടെ വരണം. ആ ഒരു കർമ്മം ചെയ്തു, അതിന്റെ ഫലം കിട്ടുമ്പോൾ ചിത്തത്തിന് ശുദ്ധി ഉണ്ടാവണം. ഇപ്പൊ എന്താ? ചിത്തം വീണ്ടും ആഗ്രഹത്തിന്റെ പുറകെ പോകും, മനസ്സ് വീണ്ടും ആഗ്രഹത്തിന്റെ പുറകെ പോകും. ഒരാഗ്രഹം തീരുമ്പോൾ അടുത്ത ആഗ്രഹത്തിന് പോകും. അപ്പൊ എന്തായി? വീണ്ടും ബന്ധനത്തിന് കാരണമാകും. അപ്പൊ മോക്ഷം ലഭിക്കില്ല. അപ്പൊ ചിത്തശുദ്ധി അവിടെ ഇല്ല. അപ്പൊ ചിത്തശുദ്ധി എന്താണെന്ന് മനസ്സിലായല്ലോ? ചിത്തം ക്ലീൻ ആയിരിക്കുക. അത് എങ്ങനെ കിട്ടും? ഈ കർമ്മങ്ങൾ വഴി കിട്ടും. എങ്ങനെ കർമ്മങ്ങൾ വഴി കിട്ടുന്നത്? ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്, ഒരു ജോലി കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. ശരി, ആ ആഗ്രഹത്തിന് വേണ്ടി കുറെ പ്രാർത്ഥിച്ചു, പല വഴിപാടുകളും ചെയ്തു, ധാരാളം സാധനങ്ങൾ ചെയ്തു, നല്ലൊരു ജോലി കിട്ടി. അവിടെ നിൽക്കണം. അവിടെ ശുദ്ധി കിട്ടിയ മനസ്സിന് ശുദ്ധമായിരിക്കണം. പിന്നെ മനസ്സിനെ വീണ്ടും ശുദ്ധമല്ലാതാക്കുന്നത് എങ്ങനെയാണ്? അടുത്ത ആഗ്രഹം ഉടനെ വരും. ഈ പൂജകളൊക്കെ വീണ്ടും ചെയ്യും, ആഗ്രഹം ചെയ്തു മുന്നോട്ട് പോകും. അപ്പൊ ഭഗവാൻ അതും ആഗ്രഹിത്തരും. പിന്നെന്തുണ്ടാവും? പിന്നെയും കുറെ ആഗ്രഹങ്ങൾ വരും. അതും ഈ നല്ല വഴിക്ക് തന്നെയാ പോകുന്നത്, ധർമ്മപരമായിട്ട് തന്നെയാ പോകുന്നത്. പക്ഷെ ആഗ്രഹങ്ങൾ തീരില്ല. മരണം വരെ ആഗ്രഹങ്ങൾ തീരില്ല. പെട്ടെന്ന് ശരീരം വിട്ടു പോവുകയും ചെയ്യും. വീണ്ടും കുറെ നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടാവും. അത് വാസനാരൂപമായി, ബീജരൂപമായി അടുത്ത ജന്മത്തിന് കാരണമാകും. കാരണം ഇയാൾ ധർമ്മപരമായിട്ട് ജീവിച്ചു പോകുന്നു, പുണ്യം ശേഖരിച്ചിരിക്കുന്നു. അപ്പോ അത് അനുഭവിക്കാനായിട്ട് ഇങ്ങോട്ട് വീണ്ടും വരേണ്ടി വരും. ഇനി അല്ലാത്തവരോ, പാപം ചെയ്യുന്നവരോ, അത് പാപകർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുമായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. അത് മനുഷ്യ ശരീരമല്ല, ചിലപ്പോ അതിന് താഴെയുള്ള മൃഗശരീരമോ മറ്റേ മൃഗങ്ങളായിട്ടോ മരങ്ങളായിട്ടോ ഒക്കെ മാറിപ്പോകാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ആ മനഃശുദ്ധി കൈവന്നില്ലെങ്കിൽ മോക്ഷം എന്നൊരവസ്ഥ നമുക്ക് ലഭിക്കുകയില്ല. അപ്പൊ എന്തിനാണ് പ്രാധാന്യം കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടായി, ചെയ്തു, അത് സാധിച്ചു. പിന്നെ തീർച്ചയായിട്ടും കുറച്ച് ആഗ്രഹങ്ങളെയൊക്കെ മാറ്റി നിർത്തി വേണ്ട എന്ന് വെച്ച് ജ്ഞാനത്തിന്, അറിവിന് മുഖ്യത്വം കൊടുക്കണം. എനിക്ക് അറിവ് നേടണം, ആത്മജ്ഞാനം നേടണം എന്നുള്ളതിന് മുഖ്യത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണം. കർമ്മകാണ്ഡത്തിൽ നിന്ന് പതുക്കെ പിടിവിട്ട് ജ്ഞാനകാണ്ഡത്തിലേക്ക് പ്രവേശിക്കണം. കർമ്മകാണ്ഡം ആദ്യമൊക്കെ ആയിക്കോട്ടെ, 90% വേദം അവനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലെ പോയിട്ട് ആ 90-ൽ അവിടെ നിന്ന് അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കരുത്. അത് വിട്ടിട്ട് അടുത്ത 10% കയറി ലക്ഷ്യമായ മോക്ഷത്തെ നേടണം. എന്ന് പറയുമ്പോ മോക്ഷം എന്ത് എന്ന് അറിയണം,
ഞാൻ ആര് എന്നറിയണം, ആത്മതത്വമാണ് ഞാൻ എന്നറിയണം, ആത്മതത്വത്തെ അറിയണം, ജീവബ്രഹ്മ ഐക്യം അറിയണം. ഈ സർവപ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിലും. ഞാൻ ആ ശക്തി തന്നെയാണ്. ഞാൻ അനുഭവിക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ മണക്കുന്നു, ഞാൻ സ്വാദറിയുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ കൈപൊക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ സുഖമായി ഉറങ്ങി. ഇതെല്ലാം പറയുന്ന ഈ ഞാൻ, അതാണ് ആത്മാ. അല്ലാതെ ഈ പുറത്ത് കാണുന്ന ഈ ശരീരമല്ല ആത്മാ. ഇത് നശിക്കുന്നതാണ്, ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിലെ കണ്ട ഞാനല്ല ഇപ്പോ, 10ാമത്തെ വയസ്സിൽ കണ്ട ഞാനല്ല ഇപ്പോ നമ്മൾ പറയുന്ന ഞാൻ. പക്ഷെ ഞാൻ തന്നെയാണല്ലോ. നമ്മൾ പറയുന്ന ഞാൻ എന്താണ്? ശരീരം. അത് മാറി. പക്ഷെ ഞാൻ ചെറുതായിരുന്നു, ഞാൻ കുഞ്ഞായിരുന്നു, ഞാൻ വലുതായിരുന്നു, ഇപ്പൊ എനിക്ക് വയസ്സായി, ഞാൻ പ്രായമായി. അതിനൊരു ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ. ആ ഞാൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആ ഞാന് മാറ്റമില്ല. ആ ഞാനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ശരീരത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. ഇത് അടിക്കടി പറഞ്ഞ് സ്വയം മനസ്സിലാക്കിയിരിക്കണം. ഓർക്കണം, എന്റെ കുഞ്ഞ് നമ്മുടെ ചെറിയ കാലത്തെ ഓർക്കണം. അന്ന് എന്റെ ശരീരം ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്റെ ശരീരം ഇങ്ങനെയായല്ലോ. അന്ന് എനിക്ക് എന്തെല്ലാം കഴിക്കാമായിരുന്നു, ഇന്ന് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഞാനത് അന്നും ഞാൻ തന്നെ, ഇന്നും ഞാൻ തന്നെ, എന്നും ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ നശിക്കില്ല എന്ന് പറയുന്നത് ശരിയാണല്ലോ. കാരണം അല്ലെങ്കിൽ ഞാനിപ്പോ ഞാൻ മാറേണ്ട സമയം കഴിഞ്ഞല്ലോ. കുഞ്ഞായിരിക്കുമ്പോൾ എന്റെ ശരീരമല്ല ഇപ്പോ. അപ്പൊ ഞാൻ രണ്ടിലും ഉണ്ട്. കുഞ്ഞായിരുന്നപ്പോഴും ഞാനുണ്ട്, പ്രായമായപ്പോഴും ഞാനുണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഈ കാണുന്ന ശരീരത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ, ശരീരം വേറെ. ആ തിരിച്ചറിവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് അകത്തോട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് അഭ്യാസം കൊണ്ട് മാത്രമേ അത് ഉറക്കുകയുള്ളൂ. നന്നായിട്ട് അഭ്യാസം ചെയ്യണം. ശരീരമല്ല, ശക്തിയാണ്, ഒരു ഊർജമാണ്. ഞാനൊരു ഊർജമാണ്. ഈ ഊർജമാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ഊർജം തന്നെയാണ്. ഞാൻ ഈ ഊർജം തന്നെയാണ്. ഈശ്വരനും ഞാനും ഒന്ന് തന്നെയാണ്. ഞാൻ പ്രാരബ്ധം കൊണ്ട് ഈ ശരീരം കിട്ടിയപ്പോ ശരീരമാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈശ്വരന്മാർ ആ ശരീരമാണ് എന്ന് അവർ വിചാരിക്കില്ല. അവർ സാക്ഷാൽ പരബ്രഹ്മൻ തന്നെ എന്നവർക്കറിയാം. ഇതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ അത് തന്നെയാണ്. ഇപ്പൊ ഭഗവാൻ എപ്പോഴും പറയും, ഞാൻ ഈശ്വരൻ എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങൾ ഈശ്വരനാണെന്ന് അറിയില്ല എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈശ്വരനല്ല എന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈശ്വരനാണ്, നിങ്ങൾ അത് അറിയുന്നില്ല. ആ അറിവ് ഉണ്ടാകലാണ് മോക്ഷം. ഞാൻ ആര് എന്ന തിരിച്ചറിവാണ് മോക്ഷം, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് എവിടുന്നോ നേടുന്നതോ മേടിക്കുന്നതോ ഒരു സ്ഥലത്ത് പോയി കിട്ടുന്നതോ ഗംഗയെ കുളിച്ചാൽ ഉണ്ടാകുന്നതോ ഹിമാലയത്തിൽ പോയാൽ കിട്ടുന്നതോ ഒന്നുമല്ല. അവനവന്റെ ഉള്ളിലുണ്ടാകുന്ന തിരിച്ചറിവാണ് മോക്ഷം. അത് കർമ്മം കൊണ്ട് ലഭിക്കില്ല. കർമ്മം കൊണ്ട് ചിത്തശുദ്ധി മാത്രമേ ലഭിക്കുള്ളൂ. ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ വേദാന്ത പഠനത്തിൽ കൂടി ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഞാൻ ആര് എന്ന അറിവ് ലഭിക്കുകയുള്ളൂ. ഇതാണ് ഈ 2 ശ്ലോകങ്ങൾ കൂടി നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. കേൾക്കും തോറും വലിയ കുഴപ്പമാണല്ലോ സാറേ.